എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കറ്റാർവാഴ. കറ്റാർവാഴ വെച്ചിട്ട് നമുക്ക് ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് അല്ലേ. നമുക്ക് കറ്റാർവാഴ ജെല്ല്, കറ്റാർവാഴ വെച്ചിട്ടുള്ള ക്രീമുകൾ, അതുപോലെ തന്നെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ നമ്മൾ കറ്റാർവാഴ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു മൂട് കറ്റാർവാഴയെങ്കിലും ഇല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കറ്റാർവാഴ വളർത്തുന്നവർ വലിയൊരു പ്രശ്നം ചെറിയ ചെറിയ തൈകൾ പൊട്ടുന്നില്ല. പിന്നെ അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നു, പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല രീതിയിൽ കറ്റാർവാഴ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചട്ടി നിറയെ ബേബി പ്ലാന്റ്സും നിറയെ ഒരു ചെറിയൊരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നിറയെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനും, അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് കറ്റാർവാഴ പൂക്കളുടെ ഒരു സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കറ്റാർവാഴ പൂക്കൾ ആയി നിൽക്കുന്നത് കാണിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ടിപ്സ് ചെയ്താലാണ് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തരുന്നതെന്നും നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറ്റാർവാഴ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു നവംബർ അവസാനം മുതൽ നമുക്കിത് പൂക്കൾ തുടങ്ങും. ഏകദേശം ഒരു ഫെബ്രുവരി മാസക്കാലം വരെ നമുക്ക് ഇതിനകത്ത് പൂക്കൾ തരും കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ കറ്റാർവാഴ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ 2 ടൈപ്പ് കറ്റാർവാഴ പൂക്കളുണ്ട്. ഇത് യെല്ലോ ആണ്, ഇതിൻ്റെ തന്നെ സെയിം തന്നെ ഓറഞ്ചും ഉണ്ട്. അത് വേറെ ടൈപ്പ് കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം നല്ല ഗുണമുള്ള പൂക്കളാണ്. അത്യാവശ്യം നമ്മുടെ വാഴയുടെ കൂമ്പ് പോലെ തന്നെ അതുപോലെ തേനൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല തേനുണ്ട്. അതുപോലെ ഔഷധ ഗുണം കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ് കറ്റാർവാഴയുടെ പൂക്കൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒത്തിരി ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കറ്റാർവാഴ പൂക്കൾക്ക്. അപ്പോൾ നമ്മുടെ ഇത് ഉണ്ടാവുന്ന ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഡിസംബർ ആദ്യം തന്നെ ഇത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നവംബർ അവസാനമൊക്കെ തുടങ്ങി ഇത് മുട്ടിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 വർഷമായ പ്ലാന്റിലാണ് നമ്മുടെ പൂക്കൾ കണ്ടു തുടങ്ങുന്നത്. ഏകദേശം ഒരു മദർ പ്ലാന്റിൽ മാത്രമാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ. ഈ പൂക്കൾ ഉണ്ടായിട്ട് ഒരു 2-3 ആഴ്ചയൊക്കെ നമ്മുടെ പൂക്കൾ നിൽക്കും. അത് കഴിഞ്ഞാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല പൊക്കത്തിലാണിത് പൊങ്ങി നിൽക്കുന്നത്. ഇങ്ങനെ നീണ്ടിങ്ങനെ നിന്നിട്ടാണ് അതിൻ്റെ കൂമ്പ് ഭാഗത്ത് പൂക്കളായിട്ട് വളരുന്നത് കേട്ടോ. അപ്പം നല്ല പൊക്കത്തിലാണ് ഇതുണ്ടായി നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്. അപ്പം നമ്മുടെ കറ്റാർവാഴ ഏകദേശം 2 വർഷം ആവണം. പിന്നെ അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല കൈവണ്ണത്തിൽ കറ്റാർവാഴ ഉണ്ടാവുകയും ഇതുപോലെ നിറയെ പൂക്കൾ തരുകയും ചെയ്യും കേട്ടോ. കറ്റാർവാഴയിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മുടെ കറ്റാർവാഴയുടെ ഇലയുടെ തുമ്പത്ത് ഇങ്ങനെ ഉണങ്ങുന്ന ഒരു പ്രശ്നം പറയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഇതാണ് കറ്റാർവാഴയുടെ മുട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കറ്റാർവാഴയുടെ മുട്ട് നിൽക്കുന്നത്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പൂവായിട്ട് വിടർന്നു വരും. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ പൂക്കൾ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ തണ്ടിന് നല്ല വലിപ്പം വയ്ക്കാനും ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ടിപ്സുകൾ പറയാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കട്ടിയായിട്ട് ഇതുപോലെ ലീവ്സ് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വളങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മുട്ടത്തൊണ്ടാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വളം എന്ന് പറയുന്നത് മുട്ടത്തൊണ്ടാണ്. അപ്പോൾ ആഴ്ചയിൽ 2 തട്ടം വെച്ച് നമുക്ക് മുട്ടത്തൊണ്ട് പൊടിച്ച് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കാം. പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ പച്ചക്കറി കഴുകുന്ന വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ അത് ലയിപ്പിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറ്റാർവാഴയ്ക്ക് മെയിനായിട്ട് വേണ്ടത് സൂര്യപ്രകാശവും വേണം, അതുപോലെ തന്നെ തണലും വേണം. അപ്പോൾ രാവിലത്തെ ഒരു 10 മണി വരെയുള്ള നല്ല വെയിൽ നമുക്ക് കറ്റാർവാഴയ്ക്ക് ആവശ്യമാണ്. അതിനുശേഷം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൽ ഇതുപോലെ സൈഡെല്ലാം ഉണങ്ങിപ്പോവും. ഇങ്ങനെ ഉണങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ഉണങ്ങിയ ഇലകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറിച്ചു മാറ്റുക. അല്ലെങ്കിൽ ചെടി ഇതുപോലെ തന്നെ ഒന്ന് വാടി കരിഞ്ഞു പോകും. ഇത് നല്ല രീതിയിൽ സൺലൈറ്റ് ഉള്ളിടത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഇലഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഉണങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളിടത്താണ് നമ്മുടെ ചെടിയെങ്കിൽ ഒന്നെങ്കിൽ ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ ഇലകളെല്ലാം ചീഞ്ഞു പോവും. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10 മണി വരെ 10:30 വരെയെങ്കിലും നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ട് ബാക്കി നമുക്കൊരു ഷെയ്ഡുള്ള ഭാഗത്തോട്ട് വെക്കാം. ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് നല്ല ഇരുട്ടുള്ള റൂമിലൊന്നും വെക്കരുത്. അപ്പോൾ ഇരുട്ടുള്ള റൂമിൽ വെച്ചാലും കുറച്ച് നേരമെങ്കിലും നമുക്ക് സൂര്യൻ്റെ ആ ഒരു ചൂട് നമ്മുടെ ചെടിക്ക് കിട്ടണം. അപ്പോൾ ചൂടും തണുപ്പും ഒരുപോലെ ആവശ്യമുള്ളൊരു പ്ലാന്റാണ് കറ്റാർവാഴ. അപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ചെടിക്ക് നമ്മളിതുപോലെ വല്ലാതെ ഇതൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ആവശ്യമില്ലാത്ത കമ്പുകളെല്ലാം കത്രിക വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇതുപോലെ ക്ലീനാക്കി കളയുക. അതിന് ചെടിയുടെ ചൂടും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക.
പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ചൂട് സമയത്ത് നമുക്ക് 2 നേരം ചെറുതായിട്ട് നനച്ചു കൊടുക്കാം. അധികം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും. പിന്നെ നല്ല രീതിയിൽ ചെടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ചിരട്ടയും അതുപോലെ തന്നെ ചകിരിയും കുറച്ച് ചാരമാണ് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണക്ക ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് കുറച്ച് ദിവസം നമ്മൾ അടച്ച് വയ്ക്കാം. ചിരട്ടയൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഒരു മിക്സാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ചാരം, അതുപോലെ തന്നെ തേങ്ങ പൊതിക്കുന്നതിൻ്റെ മടൽ, അതുപോലെ കരിക്കഷ്ണങ്ങൾ, ചെറിയ കത്തിച്ച കരികളൊക്കെ ഉണ്ടാവുമല്ലോ അത്, പിന്നെ ചിരട്ട, ഇത്ര സാധനങ്ങൾ മതി. മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ മുട്ടത്തൊണ്ടൊക്കെ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറ്റാർ വാഴയ്ക്ക് നല്ല വലിപ്പം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ തൈകളൊക്കെ ഇതുപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ 1-2 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വളരെയും നല്ല രീതിയിൽ വലിപ്പമുള്ള നല്ല തണ്ടോട് കൂടിയിട്ടുള്ള കറ്റാർ വാഴ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ നന്നായിട്ട് മുട്ടത്തൊണ്ട് ഇട്ട് കൊടുക്കണം, നല്ലതാണ്. കറ്റാർ വാഴ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചിലവർ വീഡിയോയിലൊന്ന് പറയാറുണ്ട്, ഓരോരുത്തരുടെ വീട്ടിലുള്ള കറ്റാർ വാഴയുടെ തണ്ടിന് ഒട്ടും വലിപ്പം ഇല്ല, ചെറിയ നേർത്തതാണ്. അപ്പോൾ നല്ല വലിപ്പം കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ അരി കഴുകിയ വെള്ളം അതിലൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ചിരട്ടയൊക്കെ എടുത്തിട്ട് ചിരട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് വെച്ചിട്ട് നമുക്ക് തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല വലുപ്പത്തിന് തന്നെ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി നടാം കേട്ടോ. അപ്പോൾ കുറേ ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചിരട്ടയിൽ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ, കാണാത്തവരൊന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ ചിരട്ട വെച്ചിട്ട് നമുക്ക് കറ്റാർവാഴയ്ക്ക് ഒത്തിരി ഗുണങ്ങളുള്ള സംഭവമാണ് ചിരട്ട. അപ്പോൾ ചിരട്ട വെച്ചിട്ട് ഇതുപോലെ നമുക്കൊരു പോട്ടി മിക്സും അതുപോലെ തന്നെ നട്ടു കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് വലിയൊരു ചട്ടിയിലാണെങ്കിൽ കുറച്ച് നിറയെ 2-3 ചിരട്ടകളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തൊരു കുറച്ച് മണ്ണും കുറച്ച് ഇതുപോലത്തെ കരിയില കമ്പോസ്റ്റൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെടി നട്ടു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ നല്ല വലിപ്പത്തോടു കൂടി തന്നെ നമ്മുടെ കറ്റാർ വാഴ വളർന്നു കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ചാരവും മുട്ടത്തൊണ്ടും അതുപോലെ തന്നെ ചാരത്തിൻ്റെ മിക്സും പിന്നെ അതുപോലെ തന്നെ ഈ തേങ്ങയുടെ ചകിരിയും ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതുപോലെ നമ്മൾ പഴയതായിട്ടിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചട്ടിയൊക്കെ മാറ്റി ഒന്ന് റീപോട്ട് ചെയ്ത് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ചെടിയിൽ ഇതുപോലെ ഇലകളെല്ലാം വന്ന് വല്ലാതെയാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് തൈകളൊന്നും ഉണ്ടാവില്ല. തൈകളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വളവും കൊടുത്ത് അത്യാവശ്യം സൂര്യപ്രകാശവും അത്യാവശ്യം നനയുണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി നിറയെ തൈകൾ വരും കേട്ടോ, ബേബി പ്ലാന്റ്സ് വരും. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബേബി പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരു കറ്റാർ വാഴ മതി നമുക്ക് ധാരാളം തൈകൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണിന് കുറച്ച് ഇളക്കം വേണം, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാനും പാടില്ല, എന്നാൽ ചെളി പോലെ ഇരിക്കാനും പാടില്ല. അധികം ചെളിയായിട്ടിരുന്നാൽ നമ്മുടെ കറ്റാർ വാഴയുടെ ആ ഒരു അടിഭാഗം പെട്ടെന്ന് ചീഞ്ഞ് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കറ്റാർ വാഴയിൽ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലയുടെ തുമ്പ് ഭാഗം ഉണങ്ങി പോകുക എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അത് കൂടുതലായിട്ട് ചൂടടിക്കുന്നതുകൊണ്ടാണ്, പിന്നെ അത്യാവശ്യം നമുക്ക് വളം കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ചൂടടിക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ചെടിയൊന്ന് മാറ്റി ഇളം വെയിൽ മാത്രം കൊള്ളിക്കുക. പിന്നെ അതുപോലെ മുരിങ്ങയുടെ ഇലയും ശീമക്കൊന്നയുടെ ഇലയും കൂടി നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് അരിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല രീതിയിൽ വളരാനും നന്നായിട്ട് പ്ലാന്റ്സിന് നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ലീഫിന് കട്ടിയായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കറ്റാർവാഴ പൂവിടാനും നല്ല രീതിയിൽ നല്ല ഭീമൻ കറ്റാർവാഴയായിട്ട് വളർത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അഡീനിയത്തിൻ്റെയും അതുപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഡെൻഡ്രോബിയത്തിൻ്റെയൊക്കെ ക്രിസ്മസ് ഓഫർ ഉണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ടവരൊന്ന് മെസ്സേജ് അയച്ചേക്കാം കേട്ടോ.